നിങ്ങൾ ഒരു നാടിന്റെ വെളിച്ചം കെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അവരുടെ പുസ്തകങ്ങൾക്ക് തീ കൊടുക്കുക. അവരുടെ വിദ്യാലയങ്ങളിലേക്ക് ബുൾഡോസറുകൾ ഓടിച്ചു കയറ്റുക. റാംപൂരിലെ മുഹമ്മദ് അലി ജൗഹർ സർവകലാശാലയുടെ പടിവാതിൽക്കൽ നിന്ന് കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ഈ വരികളുടെ അത്രയും തന്നെ രാഷ്ട്രീയ കനമുണ്ട്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കേണ്ട വായനശാലകൾക്കും ക്ലാസ് മുറികൾക്കും പകരം സമരാഗ്നി പടരുന്ന തെരുവുകളിലാണ് ഇന്ന് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ. കൈകളിൽ അംബേദ്കറുടെ ചിത്രങ്ങളുമേന്തി അവർ ചോദിക്കുന്നത് ഒന്നു മാത്രം: ഞങ്ങളുടെ അക്ഷരമുറ്റങ്ങളെ തകർത്തെറിയരുത്. ഇന്ന് റാംപൂരിൽ കാണുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. രാജ്യത്ത് ഒരു വശത്ത് ക്രമാനുഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വേട്ടയുടെയും വംശീയമായ ഒറ്റപ്പെടുത്തലുകളുടെയും ഏറ്റവും പുതിയ ഭയാനകമായ അധ്യായമാണ്. വീടുകൾക്കും കടകൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ തിരിച്ച ബുൾഡോസറുകൾ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ആത്മാഭിമാനമായ അക്ഷരമുറ്റങ്ങൾക്ക് നേരെയും തിരിഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് അലി ജൗഹർ സർവകലാശാലയിലെ ആകെയുള്ള 40 കെട്ടിടങ്ങളിൽ 38 എണ്ണവും തകർത്തുകളയാനാണ് യോഗി ഭരണകൂടത്തിന്റെ നീക്കം. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കടുത്ത ക്ഷാമം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ വികൃതമായ ഏകാധിപത്യ തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നത്. ഈ നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ പോലുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. സർവകലാശാലയിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് വാദിച്ചാൽ പോലും അതിന് പിഴ ചുമത്തുകയോ മറ്റു ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ എന്തിനേറെ സർക്കാർ ഏറ്റെടുക്കുകയോ ചെയ്യാം. അല്ലാതെ ഉത്തർപ്രദേശിന് അത്യാവശ്യമായ തികച്ചും പ്രവർത്തനക്ഷമമായ ഒരു സർവകലാശാലയെ തകർത്തു കളയുകയല്ല വേണ്ടതെന്നാണ് ശശി തരൂർ തുറന്നടിച്ചത്. നിയമം നടപ്പിലാക്കലാണോ ഇതിനു പിന്നിൽ? ആണെങ്കിൽ എന്തുകൊണ്ട് BJP ഓഫീസുകളോ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന മറ്റു വൻകിട കെട്ടിടങ്ങളോ പരിശോധിക്കപ്പെടുന്നില്ല? ഉത്തരം വ്യക്തമാണ്. ലക്ഷ്യം സുരക്ഷയല്ല, മറിച്ച് ന്യൂനപക്ഷങ്ങളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പോലും പൂർണ്ണമായി അകറ്റി നിർത്തുക എന്ന സംഘപരിവാർ അജണ്ടയാണ്. 2006 ഉത്തർപ്രദേശ് നിയമസഭയുടെ പ്രത്യേക നിയമപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും മുസ്ലിങ്ങളുടെയും പുരോഗതി ലക്ഷ്യമിട്ടാണ് ഈ സർവകലാശാല പടുത്തുയർത്തിയത്. അലിഗഡ് മോഡലിൽ മറ്റൊരു വിജ്ഞാന കേന്ദ്രം ഉയർന്നു വരുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഇതിന്റെ യഥാർത്ഥ കാരണം. സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനും കുടുംബവും ജയിലിലായ പശ്ചാത്തലം നോക്കി പ്രതികാര ബുദ്ധിയോടെ ആ സ്വപ്ന പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ ഒരു സമൂഹത്തെ അടിച്ചമർത്താൻ ആദ്യം അവരുടെ അറിവിന്റെ കേന്ദ്രങ്ങളെയാണ് ആധിപത്യ ശക്തികൾ ആക്രമിച്ചിട്ടുള്ളത് എന്ന് കാണാം. ബുദ്ധവിഹാരങ്ങൾ തകർക്കപ്പെട്ട പഴയ ഇരുണ്ട കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ വംശീയ ഭരണകൂടം പെരുമാറുന്നത്. നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സർവകലാശാലയെ സഹായിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ട് ഒരു ജനതയെ ഇരുട്ടിലേക്ക് തള്ളിവിടുകയല്ല. അക്ഷരങ്ങൾ പൂക്കുന്ന ക്യാമ്പസുകളിൽ ബുൾഡോസറിന്റെ ശബ്ദമല്ല, പകരം അറിവിന്റെയും സംവാദങ്ങളുടെയും ശബ്ദമാണ് ഉയരേണ്ടത്. കാലം ഇതിനെല്ലാം പ്രതികാരം ചോദിക്കാതെ കടന്നുപോകില്ലെന്ന് യോഗിയും മോഡിയുമെല്ലാം മനസ്സിലാക്കിയാൽ കൊള്ളാം.